ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റിനെ പരിചയപ്പെടാനായിട്ടാണ് പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുറഞ്ഞ മാർക്കറ്റ് ക്യാപ്പിൽ കിടക്കുന്ന ഒരു അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എല്ലാം ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം വീഡിയോയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പ്രൊജക്റ്റ് എന്താണ് ചെയ്യുന്നത് ബേസിക്കലി, അതുപോലെ തന്നെ ഇതിൻ്റെ ടോക്കണോമിക്സ് എന്താണ്, അതേപോലെ തന്നെ ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് ഈ ഒരു പ്രൊജക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയിട്ട് ഇതിൻ്റെ ടോക്കണോമിക്സും മാർക്കറ്റ് ക്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. കറൻ്റ്ലി ഈ ഒരു പ്രൊജക്റ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 0.0093337 റേഞ്ചിലാണ്. ഇതെങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 ഹവറിൽ ഏകദേശം ഒരു 44% ഇത് പമ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിൽ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും DCA ചെയ്തിട്ട് മാത്രം എൻട്രി എടുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡിയും കൂടെ നിങ്ങൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഓൾ ടൈം ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സപ്ലൈ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏകദേശം 80 മില്യൺ അടുപ്പിച്ച് മാത്രമേ ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ വരുന്നുള്ളൂ. അതിൽ ഏകദേശം 78 മില്യൺ ടോക്കൺസും കറൻ്റ്ലി സർക്കുലേഷനിലുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം $6,61,000 ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കാണിക്കുന്നത്. അതായത് 1 മില്യൺ പോലും മാർക്കറ്റ് ക്യാപ്പ് ഇല്ലാത്തൊരു പ്രൊജക്റ്റാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ വേണമെങ്കിൽ നമുക്കൊരു മൈക്രോ ക്യാപ്പ് പ്രൊജക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു $0.32 വരെ പോയിട്ടുണ്ട്. ഓൾ ടൈം ഹൈയിൽ നിന്നൊക്കെ വളരെ താഴെയാണ് ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതൊക്കെ ഏതൊക്കെ എക്സ്ചേഞ്ചിൽ നിന്ന് ഈ ഒരു പ്രൊജക്റ്റ് വാങ്ങിക്കാനായിട്ട് പറ്റും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാൻകേക്ക് സ്വാപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോബിറ്റ് ഗ്ലോബലിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെഗ്എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ഇവരുടെ ട്വിറ്റർ പേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 14.7K ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് 2018 സ്റ്റാർട്ടായിട്ടുള്ള പ്രൊജക്റ്റാണ്. ഏകദേശം 6 വർഷം ഓൾഡായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റ് ഇപ്പം കറൻ്റ്ലി അവർ പുതിയ വെബ്സൈറ്റിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ മെയിൻ്റനൻസിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ബേസിക്കലി എന്താണ് ചെയ്യുന്നതെന്ന് ഇവരുടെ വൈറ്റ് പേപ്പർ എടുത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത് ഒരു Web3 പ്ലസ് ഒരു സ്റ്റോറേജ് ബേസ്ഡ് പ്രൊജക്റ്റാണ്. അതായത് Web3 എന്തുകൊണ്ട് വരണം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ആയിട്ടുള്ള Web2ൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ Web3നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്നുകൂടെ പറയാം. അതായത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമായിട്ടുള്ള യൂട്യൂബിൽ പോലും നമ്മുടെ ഡാറ്റയുടെ ഫുൾ കൺട്രോൾ ഒരിക്കലും എൻ്റെ കയ്യിലല്ല. യൂട്യൂബാണ് ഞാൻ എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്യണം, അത് വേണമെങ്കിൽ യൂട്യൂബിന് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ തരാതിരിക്കാം. സോ നമ്മുടെ ഡാറ്റ നമ്മുടേതാണെങ്കിൽ കൂടിയും അതിൻ്റെ മേലെയുള്ള കംപ്ലീറ്റ് ഓണർഷിപ്പും അതിൻ്റെ മേലെയുള്ള കംപ്ലീറ്റ് കൺട്രോളും നമ്മളിപ്പം യൂസ് ചെയ്യുന്ന Web2 പ്ലാറ്റ്ഫോമുകളുടെ കയ്യിലാണ് ഉള്ളത്. നമ്മൾ ഉദാഹരണത്തിന് യൂട്യൂബ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു പരിമിതിയെ മറികടക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു എത്തോസ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യമാണ് ഇവരിവിടെ ദ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അവരുടെ വൈറ്റ് പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. ഇവർ മെയിനായിട്ട് ഫ്രീ സ്പീച്ച്, അതുപോലെ തന്നെ ആൻറ്റി സെൻസർഷിപ്പിനൊക്കെ എന്നുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് ഇവരുടെ പ്രൊജക്റ്റ് ലോഞ്ച് ആക്കിയിട്ടുള്ളത്. സോ Web3ൻ്റെ ഒരു എറ വരുമ്പോൾ വളരെയധികം റിലവൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റായിട്ടാണ് എനിക്ക് നമ്മുടെ ഈ ഒരു എത്തോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. സ്റ്റിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇതെന്ന് പറയുന്നത് വളരെ മൈക്രോ ക്യാപ്പ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഏകദേശം 1 മില്യന് താഴെ മാത്രമേ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ Web3ൻ്റെ എറയിലേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയ ഹ്യൂജ് റിട്ടേൺസ് തരാൻ പോസിബിലിറ്റി ഉള്ളൊരു പ്രൊജക്റ്റ് തന്നെയാണിത്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ടാണ് ഇവരുടെ പ്രൊജക്റ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡീസെൻട്രലൈസ് കണ്ടൻറ് ആൻഡ് സ്റ്റോറേജ് ഹോസ്റ്റിംഗ്. സോ നോ സിംഗിൾ എൻറ്റിറ്റി ഹാസ് കൺട്രോൾ ഓവർ വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ്. അതായത് ഇപ്പം ഗൂഗിളും യൂട്യൂബൊക്കെ ചെയ്യുന്ന എന്താണോ അതിനൊക്കെ എതിരായിട്ടാണ്, അല്ലെങ്കിൽ വെബ്3ൻ്റെ ആശയമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. സോ വെബ്3ൻ്റെ ട്രെൻഡ് എപ്പോൾ വരുന്നോ ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല ട്രെൻഡിൽ കയറാൻ പോസിബിലിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു എത്തോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. നമുക്കറിയില്ല ഇപ്പം വെബ്3 ട്രെൻഡ് മാർക്കറ്റിലേക്ക് എൻ്റർ ആവുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബോത്ത് പ്രൂഫ് ഓഫ് വർക്കും അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് സ്റ്റേക്കും സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. നമുക്ക് ഇവരുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇവരുടെ പർട്ടിക്കുലർ സ്പെസിഫിക്കേഷനുള്ള പീസിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇവരുടെ കോയിൻസ് വാങ്ങിച്ച് കുറച്ചെണ്ണം ഇവരുടെ വാലറ്റിൽ ഹോൾഡ് ചെയ്തും കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവരുടെ ഈ ഒരു വൈറ്റ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പാസീവ് ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇവരുടെ നോഡും വേണമെങ്കിൽ നിങ്ങൾക്ക് റൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇവരുടെ നോഡ് റണ്ണിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവരുടെ വൈറ്റ് പേപ്പറിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ബേസിക് നോഡ് എന്ന് പറയുന്നത് സർവീസ് നോഡ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ നമുക്ക് കൊളാറ്ററലായിട്ട് 500 എത്തോ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ 20 GB SSD 1 GB RAM വേണ്ടി വരും. അതുപോലെ തന്നെ മാസ്റ്റർ നോഡ് റൺ ചെയ്യണമെങ്കിൽ ഏകദേശം 15,000 എത്തോ നിങ്ങൾ വെക്കേണ്ടി വരും. അതിൽ 40 GB SSD അതുപോലെ തന്നെ 2 GB RAM റിക്വയർമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഗേറ്റ് വേ നോഡ് റൺ ചെയ്യണമെങ്കിൽ ഏകദേശം നമ്മളൊരു 30,000 എത്തോ പ്രോട്ടോക്കോൾ നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ 80 GB SSD അതുപോലെ തന്നെ 4 GB RAM ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് റൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ ഈ ഒരു സെക്ടറിൽ താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇവരുടെ ഡോക്യുമെൻറ്റേഷൻ അതുപോലെ തന്നെ വൈറ്റ് പേപ്പറൊക്കെ നോക്കിയിട്ട് ഇവരുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് റണ്ണ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിലും ഇവരുടെ വൈറ്റ് പേപ്പറിൽ നിന്നും ഡോക്യുമെൻറ്റേഷനൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിവരുടെ റോഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലോങ് ആയിട്ടുള്ള റോഡ് മാപ്പാണ്. അപ് ടു ഫേസ് 5 അതായത് 2025 വരെയുള്ള കാര്യങ്ങൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരേക്കും അവർ പറഞ്ഞ രീതിക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ഇവരുടെ ടീമിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഇവരുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പുറകിൽ എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഇവരുടെ 2024-2025 റോഡ് മാപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു റോഡ് മാപ്പ് പബ്ലിഷ് ചെയ്തതിന് പിന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൈസിലും നമുക്കൊരു പമ്പ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും DCA ചെയ്ത് വാങ്ങിക്കുക. കാരണം ഇപ്പം റീസെൻ്റ്ലി അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റിൽ പമ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മറ്റൊരു പ്രോഡക്റ്റും കൂടി ഉണ്ട്. അതായത് ഇവരുടെ NFT മാർക്കറ്റ് പ്ലേസും ഇപ്പം ലൈവാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് NFTസും കാര്യങ്ങളും ലിസ്റ്റ് ചെയ്യാം, ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം. അപ്പം നമ്മൾ നോക്കിയിടത്തോളം അത്യാവശ്യം റിയൽ വേൾഡിൽ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്ന ഒരു നൈസായിട്ടുള്ള പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു എത്തോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു മൈക്രോ ക്യാപ്പ് പ്രൊജക്റ്റാണ്. റിട്ടേൺസ് കിട്ടുമെങ്കിൽ അത് ഭീകരമായിട്ടുള്ള റിട്ടേൺസ് കിട്ടാനും അതുപോലെ തന്നെ ഡംപ് വരുവാണെങ്കിൽ അതേപോലെ തന്നെ ഡംപ് വരാനും പോസിബിലിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റാണ്. വെബ്3 എറയിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി വെക്കേണ്ട ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഇത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം പ്രൈസ് വളരെ കുറവാണ്. ഏകദേശം ഒരു 80 മില്യൺ മാത്രമേ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സപ്ലൈ ഉള്ളൂ. 80 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിന് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും $1 പെർ കോയിൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഒരു മാർക്കിലേക്ക് ആ ഒരു പ്രൈസ് ടാർഗറ്റിലേക്കൊക്കെ എത്തുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള പ്രൊജക്റ്റാണ്. അപ്പം നിങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലേക്കൊരു സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എതോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പ്രൊജക്റ്റിനെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്രൊജക്റ്റിനെ കുറിച്ചും വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.